ഗുഡ് ലക്ക് ഹാവ് ഫൺ ഡോണ്ട് ഡൈ. ഗോർ വെബിൻസ്കി സംവിധാനം ചെയ്ത് സാം റോക്ക്വെൽ നായകനായിട്ട് വന്ന ഒരു ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ഡാർക്ക് കോമഡി പടമാണ് ഇന്ന് ഈ സിനിമയെ കുറിച്ച്. ഭാവിയിൽ നിന്നും ഒരാൾ ടൈം ട്രാവൽ ചെയ്ത് ഭൂമിയിലെത്തുന്നു ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി. ശരിക്കും ഇയാൾ ആരാണ്, എന്താണ് നടന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ സിനിമ പറയുന്നത്. നല്ലൊരു സൈഫൈ കോമഡി പടമാണിത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കപ്പ് ചായയും അല്ല. ഈ വർഷം ഇപ്പൊ തന്നെ എന്തോരം സൈഫൈ പടങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. പണ്ടൊക്കെ വിദേശ സിനിമകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സൈഫൈ സിനിമകൾ എന്ന പ്രവണത ഇപ്പോൾ മലയാളത്തിലും ഇഷ്ടം പോലെ വന്നു തുടങ്ങി എന്നുള്ളതാണ് രസകരം. ഈ വർഷം തന്നെ അനോമി, മസ്തിഷ്ക മരണം, സംഭവം, അധ്യായം 1 അങ്ങനെ കുറെ പടങ്ങൾ ഇവിടെ തന്നെ വന്നു. അപ്പൊ പിന്നെ ഹോളിവുഡിന്റെ കാര്യം പറയണ്ടല്ലോ. സോ അത്തരത്തിൽ ഹോളിവുഡിൽ നിന്നും വന്ന ഒരു ഡാർക്ക് കോമഡി സൈഫൈ ത്രില്ലർ ആണ് ഈ സിനിമ. ഈ പടം ഇൻട്രസ്റ്റിംഗ് ആണ്, പുതുമയുള്ളതാണ്, വിയേർഡുമാണ്. വളരെ ക്രേസി ആയിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി പടമാണെന്ന് പറയാം. ഈ ടെക്നോളജി എങ്ങനെ മനുഷ്യജീവിതം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ്. സോ ഇതൊരു ടെക്നോ ഹൊറർ ആണെന്നും പറയാം. റിയൽ ലൈഫിലെ കുറെ കാര്യങ്ങളെ ഡാർക്ക് കോമഡി ആയിട്ട് തന്നെ കാണിച്ചിരിക്കുകയാണ്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കഥകൾ സെപ്പറേറ്റ് ആയിട്ട് പറയാനുണ്ട്. ഇതിലെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ലെന ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു ഐറ്റം പോലെ തോന്നും. ശരിക്കുമുള്ള ലോകം ഇതല്ല, നമ്മൾ ഏതോ പാരലൽ വേൾഡിലാണ് ജീവിക്കുന്നത്, ശരിക്കുമുള്ള ലോകം മറ്റെവിടെയോ ആണ് എന്നൊക്കെയുള്ള പോലെ. സോ ഒരു കൈൻഡ് ഓഫ് കിളിവർത്തുന്ന ഐറ്റം കൂടിയാണ് ഇതെന്ന് പറയാം. ഇതിലെ കുറെ ഐഡിയ ഒക്കെ നൈസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരുതരം സോംബി പോലെ ആയിട്ട് മാറുന്നത്, അങ്ങനെയുള്ളത്. അതേസമയം ചിലതൊക്കെ വളരെ ഡിസ്ഗസ്റ്റിംഗും ആണ് എന്ന് പറയാം. പിന്നെ ഇതിലെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു ബന്ധം സംബന്ധിച്ചുള്ളത്. അത് ഇടയ്ക്ക് ആ ഒരു വ്യക്തിയുടെ കഥ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഗസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇതിലെ കഥാപാത്രങ്ങളും വിചിത്രവും അതേസമയം കണ്ടിരിക്കാൻ രസകരവുമാണ്. നിഗൂഢത നിറഞ്ഞ നായക കഥാപാത്രമായിട്ട് വരുന്നത് സാം റോക്ക്വെൽ ആണ്. പുള്ളി നൈസ് ആയിരുന്നു. അതുപോലെ ഇൻഗ്രിഡ് ആയിട്ട് വന്ന ഹാലേലു റിച്ചാർഡ്സൺ, സൂസൻ ആയിട്ട് വന്ന ജൂണോ ടെമ്പിൾ എന്നിവരുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയാനുള്ളത്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, സൗണ്ട് ഡിസൈൻ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഡീസന്റ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. നെഗറ്റീവ്സ് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. രസകരമാണെങ്കിലും കഥാപാത്രങ്ങളോടൊന്നും നമുക്കൊരു പേഴ്സണൽ അടുപ്പമൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ചുമ്മാ ഒരു ഫൺ ടു വാച്ച് ആണ് എന്ന് മാത്രം പറയാം. എനിക്ക് പേഴ്സണലി ഇതിലെ കുറെ കാര്യങ്ങൾ, ചില സീനുകളൊക്കെ കുറച്ച് ഓവർ വിയേർഡും ഡിസ്ഗസ്റ്റിംഗുമായിട്ടാണ് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണോന്നില്ല. പിന്നെ അവസാനം കൊണ്ട് എല്ലാം അങ്ങ് ജസ്റ്റിഫൈ ചെയ്ത് അങ്ങ് പോവുകയാണ്. സോ മൊത്തത്തിൽ നമ്മുടെ ഈ ലോകം നിലവിലുള്ള സാഹചര്യത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായി തീരും എന്നുള്ളതിന്റെ ഒരു ഡാർക്ക് സൈഫൈ കോമഡി വേർഷനാണ് ഈ സിനിമ എന്ന് പറയാം. വേർത്ത് വാച്ചായിട്ടുള്ള ഒരു പടമായിട്ടാണ് തോന്നുന്നത്. അതേസമയം ഇതൊരു പരീക്ഷണ ചിത്രമാണ്, വിയേർഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വർക്കാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വമ്പൻ വട്ടുപടം അല്ലെങ്കിൽ കാട്ട് അപരാധം ഒക്കെ ആയിട്ടും തോന്നാനുള്ള സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. സോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഒത്താൽ ഒത്തു എന്ന് പറയാം. സോ ഗുഡ് ലക്ക്, ഹാവ് ഫൺ, എൻജോയ് ദ മൂവി. പടം ഈയിടെ തിയേറ്ററുകളിൽ റിലീസായിട്ട് അമേരിക്കയിലൊക്കെ റിവ്യൂവേഴ്സിന്റെ ഒക്കെ നല്ല അഭിപ്രായമൊക്കെ നേടിയെങ്കിലും അവിടെ ബോക്സ് ഓഫീസിൽ ഒരു വൻ ദുരന്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. ഞാനിത് തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ആ ടൈമിൽ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു കോട്ടയത്ത്, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. മാത്രമല്ല അപ്പോൾ എറണാകുളത്ത് മാത്രമേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. പടം ഇപ്പോൾ ഏതായാലും ഡീറ്റെയിൽ അവൈലബിൾ ആണ്, പക്ഷേ മെയിൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റും. 2 മണിക്കൂർ 14 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പറയുന്ന പ്രമേയം കൊണ്ടും അതുപോലെ കുറച്ച് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള സീൻസ് ഒക്കെ കൊണ്ട് ഇതൊരു 18+ മൂവിയാണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.